എപ്പോ എത്തി? എന്റെ പണിയായിട്ടായിരിക്കും വന്നതല്ലേ? പിന്നെ നമ്മൾ മാത്രം പണിയെടുത്താൽ മതിയാ, കൂടെ നീ കൂടെ പണിയെടുക്കണം. പണിയെടുക്കാൻ വിശേഷമൊക്കെ ചോദിക്കട്ടെ. പാവല്ലേ ദീതു, ബാലു ഓടി വാ, സ്ഥിരം അതിഥികൾ എത്തിയിട്ടുണ്ട്. ഓടി വായോ. ഇവരെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവരെൻ്റെ കൂടെ ഓൾറെഡി നമ്മുടെ ഫാമിലി റൗണ്ടിൽ പെർഫോം ചെയ്തതാണ്. ഇതെൻ്റെ സ്വന്തം ചേച്ചി ദിവ്യ എന്നാണ് പേര്. ഇത് എൻ്റെ ഒരു സ്വന്തം മോളെ പോലെ കാണുന്ന ദിയാണ്, ചേച്ചിയുടെ മോളാണ്. ഇത് ചേട്ടൻ്റെ ഫേസ് ആരും കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഹസ്ബൻഡാണ്, ജയകുമാർ എന്നാണ് പേര്. ചേട്ടൻ സ്ക്രീനിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവരെയാണ് എനിക്കിനി പരിചയപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്ത് സഹായത്തിനും പറയാൻ പറ്റുന്ന എനിക്കൊരു ഏറ്റവും വലിയ സപ്പോർട്ട് തരുന്ന ആൾ തന്നെയാണ് ചേച്ചി. പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ ജയിക്കോടി. അയ്യോ കണ്ടറിയാം. എല്ലാരും ജയിച്ചു കഴിഞ്ഞാ ആരെങ്കിലും തോക്കാനും വേണ്ടേ? ഏത് വേണമെങ്കിലും വന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. ഒരു സ്റ്റേജിലൊക്കെ കയറാനും ഒക്കെ ഭയങ്കര ടെൻഷനായി. ഇപ്പം വിദ്യക്കാലം കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ പെർഫോം ചെയ്യുന്ന വേദമാണ്. നാച്ചുറൽ ആയിട്ട് എക്സ്പ്രഷൻസും എല്ലാം വരുന്ന എൻ്റെ മക്കൾക്കാണ്. ഇപ്പം ഇങ്ങനെ പോസിറ്റീവ് കമന്റ്സ് ഒക്കെ വേദനാണ് കിട്ടുന്നത്. അല്ലെങ്കിലും നാച്ചുറൽ ആയിട്ട് അവളുടെ എക്സ്പ്രഷൻ മൊത്തം എനിക്ക് പേഴ്സണലി എൻ്റെ സിസ്റ്ററിനെക്കാളും ഇഷ്ടം എൻ്റെ മോനാണ്. ഇനിയെങ്കിലും ഒന്ന് ചിരി. എക്സ്പ്രഷൻ ക്യൂൻ. പണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ടെൻഷൻ അടിച്ചാണ് പോകുന്നത്. അതെ, ഇറങ്ങുമ്പോൾ ആദ്യം 2-3 പ്രാവശ്യം സ്റ്റേജിൽ പോയിട്ട് വന്ന് ഇവിടെ കിടന്ന് എന്തോ ഒരു കരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നു അതെനിക്ക് ഒപ്പീനിയൻ കിട്ടി. വേദുവിനെ പോലെ തന്നെ ഇപ്പം വിദ്യയാണെങ്കിലും നീ നല്ല എഫർട്ട് എടുത്തിട്ടാണ് ചെയ്തതെന്ന് നമുക്കറിയാം. അന്ന് ആക്സിഡന്റ് പറ്റിയപ്പോഴാലും നമ്മൾ ആരും വിചാരിച്ചില്ല എൻ്റെ കാലിങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ സ്റ്റേജിൽ കയറാൻ പറ്റുമെന്നേ നമ്മൾ വിചാരിച്ചില്ല. എന്തും എടുക്കാനുള്ള ഒരു ധൈര്യം, അതെല്ലാം നിൻ്റെ ഒരു. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കണ്ണിൽ കമ്പ് കുത്തിയിട്ട് അത് ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പെർഫോം ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് തളർന്നു, കാലൊടിഞ്ഞൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ട് തളർന്നു. അപ്പം അതെല്ലാം നിൻ്റെ ഒരു വിൽ പവറാണ്. നാട്ടിൽ വരുമ്പോൾ വേദുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ദിയ എന്ന് പറയുന്നത്. അപ്പോൾ നിനക്ക് എന്തുവാ വേദുവിനെ പറ്റി, വേദുവിൻ്റെ ചേഞ്ച്, വേദുവിൻ്റെ ആ ഒരു പ്രോഗ്രാം നിനക്ക് എന്തെങ്കിലും എന്താ അഭിപ്രായം? വേദു ആക്ച്വലി ഇവിടെ വന്നപ്പം ഭയങ്കര പേടിയായിരുന്നു ആദ്യം സ്റ്റേജിൽ കയറാനൊക്കെ. പിന്നെ പ്രോഗ്രാം ഓരോന്നായിട്ട് ഓരോ റൗണ്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞേക്കാലും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് പെട്ടെന്ന് വേദുവിന് വന്നത്. കുഞ്ഞേക്കാലും കുറേ കൂടെ മെച്ചോർഡായിട്ടൊക്കെ അതിനായിട്ട് റിയാക്ട് ചെയ്ത് നിൽക്കുന്നൊക്കെ വേദമാണ്. അതെല്ലാം ഇങ്ങനെ ഭയങ്കര കാമായിട്ട് നിന്ന് എല്ലാം ഇങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന കൈൻഡ് ഓഫ് സ്വഭാവമാണ്. എന്തൊക്കെയായിരുന്നാലും ശരി തന്നെ, ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രയത്നിച്ച വിദ്യയ്ക്ക്, മോൾക്കും നമ്മുടെ ഫാമിലിയുടെ എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും. അപ്പം ഇതാണ് നമ്മുടെ മാസ്റ്റർ, രമേശ് എന്നാണ് പേര്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ. നമ്മൾ ഫൈനലിൽ നമുക്കൊരു ഐറ്റം പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞതിന് വലിയ താങ്ക് യു. താങ്ക് യു സർ. ആക്ച്വലി ഇതൊരു ഫിനാലെ ആയതുകൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള സംഭവം തന്നെ ചെയ്യണമെന്ന് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇവർ വന്ന് ചോദിച്ചപ്പോഴേ ഇപ്പം കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നും മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ആയിരിക്കണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പം അവർക്ക് കുറച്ച് പേടിയായിരുന്നു, ഇത് നടക്കുമോ എന്നുള്ള കാര്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ടൈം വേണം, പഞ്ച്വാലിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു.